പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ജൂലൈ 2026 ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ആനുകാലിക വിവരങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ആ കണ്ടിന്യൂസ് ക്ലാസ് നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ തരത്തിലുള്ള എക്സാമിനേഷനും പ്രയോജനം ചെയ്യും, ആനുകാലികവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമ്മൾ മറ്റ് വസ്തുതകളിലേക്കൊന്നും കടക്കുന്നില്ല. ആദ്യത്തെ പോയിന്റിലേക്ക് പോകുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലെ കേരളത്തിലെ പുതുതായി സെൻട്രൽ ജയിൽ സ്ഥാപിക്കുവാൻ സർക്കാർ സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കുണ്ട്രയിലാണ് സെൻട്രൽ ജയിൽ സ്ഥാപിക്കാനായിട്ട് സർക്കാർ സ്ഥലമൊക്കെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മുടെ വൈഭവ് സൂര്യവംശിയെ കുറിച്ചിട്ട് വിസ്ഡൻ ക്രിക്കറ്റ് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം, അല്ലേ? അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്. അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് IB, ഇന്റലിജൻസ് ബ്യൂറോ. അത് നിങ്ങൾക്കറിയാം. ഈ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് മഹേഷ് ദീക്ഷിത് ആണ്. ഇന്ത്യയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റലിജൻസ് ബ്യൂറോയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് മഹേഷ് ദീക്ഷിത് ആണ്. അടുത്തത് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ എക്സാമിന് ചോദിക്കും. ചൈനയുടെ ലൈൻ ഷൈൻ ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഐരാവത് ആണ്. ഐരാവത് PSAI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ചൈനയുടേതാണ്, ലൈൻ ഷൈൻ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. നമുക്ക് ICC വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ അമ്പയറായി നിയോഗിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിത എക്സാമിന് ചോദിക്കും. മുംബൈയിൽ നിന്നുള്ള ബൃന്ദ റാട്ടിയാണ് ICC വനിതാ T20 ലോകകപ്പ് ഫൈനലിൽ അമ്പയറായി നിയോഗിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ വനിതയാണ്. ആര്? മുംബൈയിൽ നിന്നുള്ള ബൃന്ദ റാട്ടി. ആ വസ്തുത മറന്നു പോകരുത്. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ, 2026 പ്രവർത്തനം ആരംഭിക്കുന്ന ഭോഗാപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം. ഈ ഭോഗാപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 2026 പ്രവർത്തനം ആരംഭിക്കുന്ന ഭോഗാപുരം ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ലെബനീസ് പരിസ്ഥിതി പ്രവർത്തകയാണ് മോന ഖലീലാണ്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ലബനീസ് പരിസ്ഥിതി പ്രവർത്തക. ഇനി അടുത്ത ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിനെ കുറിച്ചാണ്. കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നവരത്ന പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 28ാമത് പൊതുമേഖലാ സ്ഥാപനമാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. നവരത്ന പദവി ലഭിക്കുന്ന 28ാമത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനം. എന്താണ് ഈ നവരത്ന പദവി എന്ന് പറയുന്നത്? ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തികവും പ്രവർത്തനപരവുമായ സ്വാതന്ത്ര്യം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പദവിയാണ് നവരത്ന പദവി. 1997 ഈ പദവി ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. നിലവിലെ എത്ര കമ്പനികളുണ്ട്? 28 കമ്പനികളാണ് നവരത്ന പദവിയിലുള്ളത്. അപ്പോൾ 28ാമത്തെ പൊതുമേഖലാ സ്ഥാപനമാണ് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് നവരത്ന പദവി ലഭിക്കണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡം അത്യന്താപേക്ഷിതമാണ്? ഒന്ന്, മിനിരത്ന കാറ്റഗറി 1 കമ്പനി ഇതിനകം മിനിരത്ന കാറ്റഗറി 1 പദവിയുള്ളതും കേന്ദ്ര പൊതുമേഖലാ പട്ടികയിലുള്ളതുമായിരിക്കണം. അതുപോലെ തന്നെ മികച്ച റേറ്റിംഗ് ഉണ്ടായിരിക്കണം. അതായത് കഴിഞ്ഞ 5 വർഷങ്ങളിൽ 3 വർഷമെങ്കിലും എക്സലന്റ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്ന
MOU റേറ്റിംഗ് നേടിയിരിക്കണം. അതുപോലെ തന്നെ 6 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന് നെറ്റ് പ്രോഫിറ്റ് 100 മാർക്കിൽ ഇതിലൊക്കെ കുറഞ്ഞത് 60 മാർക്കെങ്കിലും നേടിയിരിക്കണം. ഒരു ജീവനക്കാരിൽ നിന്നുള്ള ഉത്പാദനക്ഷമത, മൂലധന ചെലവ്, അറ്റാദായം, വിപണിയിലെ വിഹിതം, അന്താരാഷ്ട്ര സാന്നിധ്യം, വളർച്ചാ നിരക്കൊക്കെ ഇവിടെ എന്ത് ചെയ്യും? പ്രകടന സൂചകങ്ങളായിട്ട് കണക്കാക്കും. അപ്പോൾ ഈ നവരത്ന കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നവരത്ന പദവി ലഭിക്കുന്ന കമ്പനികൾക്ക് കനത്ത സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ലഭിക്കുന്നത്. 1000 കോടി വരെയുള്ള നിക്ഷേപമൊക്കെ ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു. സമീപകാലത്ത് ഇത് കൂടാതെ 2024-25 നമ്മുടെ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ്, ഇർക്കോൺ, മാംഗ്ലൂർ റിഫൈനറി തുടങ്ങിയവയ്ക്കൊക്കെ ഈ നവരത്ന പദവിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മറ്റ് നവരത്ന പദവി ലഭിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ബേലൊക്കെ, അതുപോലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, നാഷണൽ അലൂമിനിയം കമ്പനി നാൽക്കോയൊക്കെ. ഓക്കെ, നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തെക്കുറിച്ചാണ്. ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട് എല്ലാ വർഷവും ജൂലൈ 1 നാം ആചരിക്കുന്നത് ദേശീയ ഡോക്ടേഴ്സ് ദിനമായിട്ട്. അപ്പോൾ 2026 ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം അറിഞ്ഞിരിക്കണം. ബിഹൈൻഡ് ദ മാർക്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. എന്താണ് ബിഹൈൻഡ് ദ മാർക്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നാണ്. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ്. ബിഹൈൻഡ് ദ മാസ്ക് ഹൂ ഹീൽസ് ദ ഹീലേഴ്സ് എന്നാണ്. മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത്? മുഖംമൂടിക്ക് പിന്നിൽ ആരാണ് രോഗശാന്തിക്കാരെ സുഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് 2026 ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, കേരള കാർഷിക സർവകലാശാല, നിങ്ങൾക്കറിയാം മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതയായത് ആരാണ്? ഡോക്ടർ D. സച്ചിത റാണിയാണ് കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി നിയമിതയായത്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, ഭൗതിക ശാസ്ത്രത്തിന് നൽകുന്ന പ്രൈസാണ് വോൾഫ് പ്രൈസ്. ഈ വോൾഫ് പ്രൈസ് 2025 നേടിയത് ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ജൈനേന്ദ്ര കെ ജെയിൻ ആണ്. ആരാണ്? പ്രൊഫസർ ജൈനേന്ദ്ര കെ ജെയിൻ ആണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള 2025 വോൾഫ് പ്രൈസ് നേടിയ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ. ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. 2026 ജൂലൈയിൽ അന്തരിച്ച വ്യക്തിയാണ് ഗിരീഷ് ഭാരദ്വാജ്. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ചെലവ് കുറഞ്ഞ തൂക്കുപാലങ്ങളുടെ നിർമ്മാണത്തിലൂടെ ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ, എക്സാമിന് ചോദിക്കും, ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഗിരീഷ് ഭാരദ്വാജ് ആണ്. ഇദ്ദേഹത്തിന്റെ പദ്ധതികളുടെ പ്രത്യേകത എന്താണ്? ചെലവ് കുറഞ്ഞ തൂക്കുപാലങ്ങളുടെ നിർമ്മാണമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ബ്രിഡ്ജ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. 2026 ജൂലൈയിൽ അദ്ദേഹം അന്തരിച്ചത്. അതുകൊണ്ട് ചോദിക്കാം ഗിരീഷ് ഭാരദ്വാജ്. നമുക്കറിയാം ഇന്തോനേഷ്യ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ്, അസ്ത്ര എന്നീ മിസൈലുകളൊക്കെ വാങ്ങുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിനെ കുറിച്ചാണ്. മുമ്പ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ അംഗമാകുന്ന 27ാമത് രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറി. 26ാമത്തെ രാജ്യം സൗദി അറേബ്യയാണ്. ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൽ അംഗമാകുന്ന 26ാമത്തെ രാജ്യം സൗദി അറേബ്യയും 27ാമത്തെ രാജ്യം നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശുമാണ്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, റീസെന്റ് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്, ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണ പ്രദേശത്ത് അടുത്തിടെ മണ്ണിടിച്ചിൽ ദുരന്തമൊക്കെ ഉണ്ടായി. അത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കള്ളാടി മീനാക്ഷി പാലത്തിനടുത്താണ് മേപ്പാടിയിലെ ഈ ദുരന്തം ഉണ്ടായത്. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി, നിങ്ങൾക്കറിയാം അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. വിക്രം മിശ്രിയാണ് വീണ്ടും ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിതനായത്. അടുത്ത ഒരു പോയിന്റാണ് കേരള യുണൈറ്റഡ് അഗെയിൻസ്റ്റ് റയർ ഡിസീസസ്. കെയർ എക്സാമിന് ചോദിക്കും. അപൂർവ രോഗങ്ങളും ഈ അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ. കേരള യുണൈറ്റഡ് അഗെയിൻസ്റ്റ് റയർ ഡിസീസസ് എന്നാണ് അതിന്റെ പേര്. നമുക്കറിയാം
ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രാജസ്ഥാൻ റോയൽസ് IPL ടീമിന്റെ വൈഭവ് സൂര്യവംശിയാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹമാണ് വിസ്ഡം മാസികയുടെ കവർ പേജിൽ ഇടകം നേടിയെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി അടുത്ത പോയിന്റ്, വനിതകളുടെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടി ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച മലയാളി താരമാണ് ആൻസി സോജൻ. എക്സാമിന് ചോദിക്കുക. ആൻസി സോജൻ വനിതകളുടെ ലോങ് ജമ്പിൽ 6.88 മീറ്റർ ചാടി ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച മലയാളി താരമാണ്. നമുക്കറിയാം, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIF, ഈ AIFന്റെ പേര് പുതുക്കി. ഇനി എന്താണ് അറിയപ്പെടുന്നത്? ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാണ് അറിയപ്പെടുന്നത്. ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഒരു ആപ്പിനെ കുറിച്ചാണ്. കേന്ദ്ര സർക്കാർ ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമുകൾക്കായി ഇന്ത്യയിലെ സമഗ്ര ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് പ്ലാറ്റ്ഫോമായി കേന്ദ്ര സർക്കാർ പുനരവതരിപ്പിച്ച ആപ്പാണ് ആരോഗ്യ സേതു 2.0 എന്ന് പറയുന്ന ആപ്പ്. അടുത്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് മിഷൻ സമുദ്ര. കേരളത്തിൽ പ്രഖ്യാപിച്ചതാണ്. എക്സാമിന് ചോദിക്കും. 5 വർഷം കൊണ്ട് കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷൻ സമുദ്ര എന്ന് പറയുന്ന പദ്ധതി. എന്താണ് മിഷൻ സമുദ്ര? ജൂലൈയിൽ ഒരു വിദേശ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അറിഞ്ഞിരിക്കണം, സനെ തകായിച്ചിയാണ് ജപ്പാൻ പ്രധാനമന്ത്രിയാണ്. ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകായിച്ചി. എക്സാമിന് ചോദിക്കും. ഇന്ത്യയില് ജൂലൈയില് എന്ത് ചെയ്തിട്ടുണ്ട്? സന്ദർശിച്ചിരുന്നു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. അടുത്ത 1 മില്യൺ തൂഫാൻ ഗോൾസ്. നിങ്ങൾക്കറിയാം, തൂഫാൻ കേൾക്കുമ്പോഴേ അറിയാം എന്താണ്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പും ലഹരി വിരുദ്ധ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് 1 മില്യൺ തൂഫാൻ ഗോൾസ് എന്നാണ്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പും ലഹരി വിരുദ്ധ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് 1 മില്യൺ തൂഫാൻ ഗോൾസ്. അടുത്ത തൂഫാൻ വാരിയേഴ്സ് ഒരു കൂട്ടായ്മയാണ്. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ തൂഫാന്റെ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച സന്നദ്ധ പ്രവർത്തകരുടെ ഓപ്പറേഷൻ തൂഫാന്റെ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി രൂപീകരിച്ച സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് തൂഫാൻ വാരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്കറിയാം, 2026 ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കാൻ മധ്യപ്രദേശ് തീരുമാനിച്ചു എന്ന് നിങ്ങൾക്കറിയാം. ഓർത്തിരിക്കണം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിയമം വഴി ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. രണ്ടാമത് ഗുജറാത്താണ്. ഗോവയിലെ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പേ തന്നെ എന്തുണ്ട് ഏകീകൃത സിവിൽ കോഡാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നിയമം വഴി ഗോവ അവസാനമാണല്ലോ സ്വതന്ത്രമായത്. ആ സമയത്ത് തന്നെ ഗോവയിൽ എന്തുണ്ട്? ഏകീകൃത സിവിൽ കോഡാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നിയമം വഴി ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്, രണ്ടാമത് ഗുജറാത്ത്, മൂന്നാമത് മധ്യപ്രദേശ് ഇങ്ങനെ പാസ്സാക്കാനായിട്ട് മൂന്നാമത് ആസാം, നാലാമത് മധ്യപ്രദേശ് ഇങ്ങനെ പാസ്സാക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ഉത്തരാഖണ്ഡ്, രണ്ടാമത് ഗുജറാത്ത്, മൂന്നാമത് അസം, നാലാമത് മധ്യപ്രദേശ് ആകാനായിട്ട് പോകുകയാണ്. അതുകൂടി അറിഞ്ഞിരിക്കുന്നത്. നമ്മൾ അടുത്ത ഒരു പോയിന്റിലേക്ക് പോകുകയാണ്. മിഷൻ ചൈൽഡ്ഹുഡ്. കുട്ടികളെ ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്നും അമിത സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി മിഷൻ ചൈൽഡ്ഹുഡ് പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യമാണ് ബ്രിട്ടനാണ്. മിഷൻ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന പദ്ധതി പ്രഖ്യാപിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ ഓൺലൈൻ ചതിക്കുഴികളിൽ നിന്നും അമിത സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ ചൈൽഡ്ഹുഡ് ബ്രിട്ടൻ പ്രഖ്യാപിച്ചത്. അതുകൂടി അറിഞ്ഞിരിക്കണം. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. മദർ ഡയറി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മദർ ഡയറി ഇന്ത്യയിൽ
ആദ്യമായി മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാൽ വിപണിയിൽ ഇറക്കാൻ തീരുമാനിച്ച പ്രമുഖ ഡയറി സ്ഥാപനമാണ് മദർ ഡയറിയാണ്. ഇന്ത്യയിൽ ആദ്യമായി മണ്ണിൽ പൂർണ്ണമായും ദ്രവിച്ചു ചേരുന്ന പാക്കറ്റുകളിൽ പാല് വിപണിയിൽ ഇറക്കാനായിട്ട് സ്വീകരിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച പ്രമുഖ ഡയറി സ്ഥാപനമാണ് മദർ ഡയറി. 2026 പ്രവർത്തനരഹിതമായി നാസ പ്രഖ്യാപിച്ച ചൊവ്വ ദൗത്യമാണ് മാവൻ. ഈ മാവനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2026 നാസ പ്രവർത്തനരഹിതമായി പ്രഖ്യാപിച്ച ചൊവ്വ ദൗത്യമാണ് ഇത് മാവൻ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റീച്ച് കേരള എന്താണ്, എക്സാമിന് ചോദിക്കും. ഇതൊരു പദ്ധതിയാണ്. കേരളത്തെ ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനുള്ള പദ്ധതിയാണ് റീച്ച് കേരള എന്ന് പറയുന്നത്. ആരോഗ്യ ടൂറിസത്തിന്റെ ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റാനുള്ള പദ്ധതിയാണ് റീച്ച് കേരള. അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒഡീഷ സംസ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്ലാന്റ് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൽക്കരി ടു അമോണിയം നൈട്രേറ്റ് പ്ലാന്റ് നിലവിൽ വന്നത്. എവിടെയാണ്? ഒഡീഷയിൽ. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകുമ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തുമായി ബന്ധപ്പെട്ടതാണ്. വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ, എക്സാമിന് ചോദിക്കും, എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് ഉള്ള രാജ്യം സ്വീഡനാണ്. ഇന്ത്യയുടെ സ്ഥാനം 120 രാജ്യങ്ങളിൽ 70ാം സ്ഥാനത്താണ്. എന്താണ്? വേൾഡ് എക്കണോമിക് ഫോറം പ്രസിദ്ധീകരിച്ച 2026 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 70ാമതാണ്. 120ൽ 1ാം സ്ഥാനത്ത് സ്വീഡനാണ്. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്കറിയാം 2026 ജൂൺ 9 നമ്മുടെ മുഖ്യമന്ത്രിയും അദ്ദേഹം ധനകാര്യമന്ത്രി കൂടിയാണല്ലേ വി.ഡി. സതീശൻ ബജറ്റൊക്കെ അവതരിപ്പിച്ചു എന്ന് നിങ്ങൾക്കറിയാം. 2026 ജൂൺ 9 അപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി ആയിരിക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ചോദിക്കാം. മുഖ്യമന്ത്രി ആയിരിക്കെ ബജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ് വി.ഡി. സതീശൻ. അതിന് തൊട്ട് മുമ്പ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആർ ശങ്കർ, അത് കഴിഞ്ഞിട്ട് ടി.കെ. നായനാർ, അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി, അവസാനമായിട്ട് ഇപ്പോൾ 4ാമത് വി.ഡി. സതീശൻ. ഈ 2029 ജൂണില് ബജറ്റ് അവതരിപ്പിച്ചു അല്ലെ, ജൂൺ 9. ആ ബജറ്റിന്റെ പ്രമേയം എന്താണ്? എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ്. സദ്ഭരണം. കേരള സർക്കാർ അവതരിപ്പിച്ച ബജറ്റിന്റെ പ്രമേയം സദ്ഭരണം സഹാനുഭൂതി എന്നാണ്. സദ്ഭരണം സഹാനുഭൂതി എന്നാണ് ബജറ്റിന്റെ പ്രമേയം. ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ഒരു പോയിന്റ് ആണ്, ബജറ്റിലെ നിർദ്ദേശപ്രകാരം രാജ്യത്തെ ആദ്യ ഗ്രീൻ ബാങ്കറിംഗ് സേവനം നൽകുന്ന തുറമുഖമായി മാറുന്നതാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം. ഗ്രീൻ ബാങ്കറിംഗ് സേവനം നൽകുന്ന. എന്താണ് ഈ ഗ്രീൻ ബാങ്കറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ഗ്രീൻ ബാങ്കറിംഗ് സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പലുകൾക്ക് ആവശ്യമായ പരിസ്ഥിതി സൗഹൃദ ഹരിത ഇന്ധനങ്ങൾ, അതായത് ഗ്രീൻ ഫ്യൂവൽസ് വിതരണം ചെയ്യുന്ന പ്രക്രിയയാണ്. കപ്പലുകൾക്ക് ആവശ്യമായ പരിസ്ഥിതി സൗഹൃദ ഹരിത ഇന്ധനങ്ങൾ വിതരണം ചെയ്യുന്ന പ്രക്രിയയാണ് ഗ്രീൻ ബാങ്കറിംഗ് സേവനം എന്ന് പറയുന്നത്. ഈ അത്യാധുനിക സേവനം ലഭ്യമാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമായിട്ടാണ് വിഴിഞ്ഞം മാറാൻ പോകുന്നത്. കപ്പലുകൾക്ക് അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ LNG, ഹരിത ഹൈഡ്രജൻ, മെത്തനോൾ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങളാണ് നൽകാനായിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. സെമസ്റ്റർ ഇൻ കേരള. എന്താണ്? വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരമൊരുക്കുന്ന പുതിയ പദ്ധതിയാണ് സെമസ്റ്റർ ഇൻ കേരള. ഓർത്തിരിക്കണം, വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരമൊരുക്കുന്ന പുതിയ പദ്ധതി സെമസ്റ്റർ ഇൻ കേരളയാണ്. ഇനി അടുത്തത് കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം നമുക്കറിയാം. കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കി മാറ്റുന്നതിനുള്ള പ്രസിഡൻഷ്യൽ റഫറൻസ് നിയമസഭ അംഗീകരിച്ച് ചോദിക്കാം. 2026 ജൂലൈ 1
അടുത്തത് നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയ ഗോപുരമാണ് ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്പെയിനിലെ ബാഴ്സലോണയിലാണ് ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആണ് ഋതിക ശ്രീയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ ആണ്. അടുത്തത് അരുണാചലം മുരുകാനന്ദം. എന്താണ് പ്രത്യേകത? 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയുടെ പാട്മാനാണ് അരുണാചലം മുരുകാനന്ദം. ഇന്ത്യയുടെ പാട്മാനാണ് അരുണാചലം മുരുകാനന്ദം. എന്തുകൊണ്ടാണ് അരുണാചലം മുരുകാനന്ദത്തെ ഇന്ത്യയുടെ പാട്മാൻ എന്നറിയപ്പെടുന്നത്? തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്വദേശിയാണ് അദ്ദേഹം. സാമൂഹിക സംരംഭകൻ കൂടിയാണ്. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്കായി വളരെ കുറഞ്ഞ ചെലവില് സാനിറ്ററി പാഡുകൾ നിർമ്മിക്കുന്ന ഒരു യന്ത്രം അദ്ദേഹം എന്ത് ചെയ്തു? അരുണാചലം മുരുകാനന്ദൻ കണ്ടുപിടിക്കുകയും അങ്ങനെ അരുണാചലം മുരുകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെയും പോരാട്ടങ്ങളെ ആസ്പദമാക്കി നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. അക്ഷയകുമാർ നായകനായ പാട്മാൻ എന്ന പേരിലൊരു പ്രശസ്ത ബോളിവുഡ് സിനിമയൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് 2016 പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈം മാഗസിൻ ലോകത്തെ സ്വാധീനിച്ച 100 വ്യക്തികളുടെ പട്ടികയിൽ അരുണാചലം മുരുകാനന്ദത്തെ ഉൾപ്പെടുത്തിയിട്ടും ഉണ്ട്. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകുകയാണ്. നമ്മുടെ ഗൾഫ് രാജ്യമായ UAE 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് വിലക്കൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ വിലക്ക് ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് UAE ആണ്, എഴുതണം. അടുത്ത പോയിന്റ്, സ്വിറ്റ്സർലൻഡിനെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും ചെലവേറിയ രാജ്യം എന്ന പദവി സ്വന്തമാക്കിയ രാജ്യമാണ് ഐസ്ലൻഡ്. സ്വിറ്റ്സർലൻഡിനെയാണ് ഏറ്റവും ചെലവേറിയ രാജ്യമാണ് ഐസ്ലൻഡ്. സ്വിറ്റ്സർലൻഡിനെയാണ് പിന്തള്ളിയത്. അടുത്തത് തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ പദ്ധതി. ഈ റെയിൽ പദ്ധതി സംബന്ധിച്ച ശുപാർശകൾ പഠിക്കാൻ കേരള സർക്കാർ ഒരു 4-അംഗ വിദഗ്ധ സമിതിയൊക്കെ നിയമിച്ചിട്ടുണ്ട്. ഈ 4-അംഗ വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനാണ് J. വിനയൻ. ഓർത്തിരിക്കണം. അടുത്തത് ഒരു ബഹിരാകാശ യാത്രികനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഭിന്നശേഷിക്കാരൻ കൂടിയാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായ ബഹിരാകാശ യാത്രികൻ ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മക്ഫോൾ ആണ് ലോകത്തിലെ ആദ്യത്തെ ഭിന്നശേഷിക്കാരനായ ബഹിരാകാശ യാത്രികനാണ് ജോൺ മക്ഫോൾ. ആരാണ്? ജോൺ മക്ഫോൾ. അപ്പോൾ ഇദ്ദേഹം ബ്രിട്ടൻ സ്വദേശിയാണ്, ഇംഗ്ലണ്ട് സ്വദേശിയാണ് അല്ലെ. ശാരീരിക വൈകല്യമുള്ള ലോകത്തിലെ ആദ്യത്തെ പ്രോജക്റ്റ് ബഹിരാകാശ യാത്രികൻ ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ മക്ഫോൾ ആണ്. നമുക്കറിയാം ESA യൂറോപ്യൻ സ്പേസ് ഏജൻസി രൂപം നൽകിയ ഫ്ലൈ എന്ന ചരിത്രപരമായ പദ്ധതിയിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ബഹിരാകാശ ഗവേഷണ രംഗത്തേക്ക് എത്തിപ്പെട്ടത് ജോൺ മക്ഫോൾ. അടുത്തത് നമ്മുടെ സാഫ് വനിതാ ഫുട്ബോളിനെ കുറിച്ച്. 2026 സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പില് കിരീടം നേടിയ നമ്മുടെ ഇന്ത്യയാണ് ബംഗ്ലാദേശിനെയാണ് പരാജയപ്പെടുത്തിയപ്പോൾ സാഫ് എന്ന് പറയുന്നത് എന്താണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പില് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ 2026 കിരീടം സ്വന്തമാക്കി. അടുത്തത് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി എന്ന നേട്ടം സ്വന്തമാക്കിയതാണ് നിലനെ ശ്രീജിത്ത്. ആരാണ്? നിലനെ ശ്രീജിത്ത്. ഇന്ത്യ ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലൊക്കെ വികസിപ്പിച്ചെടുത്തു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്താണ്. അതാണ് അഗ്നി 1. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു പ്രമുഖ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് ഇത് അഗ്നി 1 എന്ന് പറയും. ഇന്ത്യ തദ്ദേശീയമായിട്ടാണ് ഇത് വികസിപ്പിച്ചെടുത്ത ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ഒരു പ്രമുഖ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 1.
അടുത്ത പോയിന്റ് 2026 ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റിന്റെ അവാർഡ് ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറിനാണ്. ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റിന്റെ 2026 അവാർഡ് ലഭിച്ചത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. അടുത്ത പോയിന്റ് ഒരു ബഹിരാകാശ ടെലസ്കോപ്പിനെ കുറിച്ചാണ്. നിയോ സർവേയർ എന്നാണ് അതിന്റെ പേര്. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും കണ്ടെത്താൻ നാസ വികസിപ്പിക്കുന്ന ആദ്യ ഇൻഫ്രാറെഡ് ബഹിരാകാശ ടെലസ്കോപ്പാണ് നിയോം സർവേയർ. എന്താണ്? നിയോം സർവേയർ എന്നാണ് പേര്. ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെയും ധൂമകേതുക്കളെയും കണ്ടെത്താൻ നാസ വികസിപ്പിക്കുന്ന ആദ്യ ഇൻഫ്രാറെഡ് ബഹിരാകാശ ടെലസ്കോപ്പാണ് നിയോം സർവേയർ. അടുത്തൊരു പോർട്ടലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കേന്ദ്ര സർക്കാർ ആരംഭിച്ചൊരു പോർട്ടലാണ് എയർ സുവിധ 2.0. എന്താണിത്? എക്സാമിന് ചോദിക്കാം. എബോള വൈറസ് വ്യാപനം നിങ്ങൾ കേട്ട് കാണും. ഈ എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തില് വിമാനത്താവളങ്ങളിലെ ആരോഗ്യ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടലാണ് എയർ സുവിധ 2.0. എബോള വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തില് വിമാനത്താവളങ്ങളിലെ ആരോഗ്യ നിരീക്ഷണം ശക്തമാക്കുന്നതിന് എയർ സുവിധ 2.0 ആണ്. അടുത്ത ഒരു പദ്ധതിയാണ് പ്രോജക്ട് ഗംഗ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗംഗ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഉത്തർപ്രദേശ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ. ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിൽ കുറഞ്ഞ ചെലവില് ഹൈസ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ഗംഗ. അല്ലാതെ നദിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓർത്തിരിക്കണം, ഉത്തർപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങൾ കുറഞ്ഞ ചിലവിൽ ഹൈസ്പീഡ് ഫൈബർ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് പ്രോജക്റ്റ് ഗംഗ എന്ന് പറയുന്നത്. നമുക്കറിയാം 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് രമേശ് പതിരംഗയാണ് അല്ലെ. കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണം നേടിയിരുന്നു. ആരുടെ? 2026 ദോഹ ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് ശ്രീലങ്കയുടെ രമേശ് പതിരംഗയാണ്. ഈ ശ്രീലങ്കയുടെ രമേശ് പതിരംഗ തന്നെയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണ്ണ മെഡൽ നേടിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ നീരജ് ചോപ്രയാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അടുത്ത ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അരുന്ധതി റോയിയുടെ പ്രശസ്തമായിട്ടുള്ള നോവലാണ് അല്ലെ. ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്നുള്ളത് അരുന്ധതി റോയിയുടെ പ്രശസ്തമായിട്ടുള്ള നോവലാണ്. അതിന് ബുക്കർ പ്രൈസ് ഒക്കെ ലഭിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ പ്രശസ്തമായ നോവലാണ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ദ ഗാർഡിയൻ പത്രം പുറത്തുവിട്ട എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 32ാം സ്ഥാനം നേടിയ അരുന്ധതി റോയിയുടെ പ്രശസ്തമായിട്ടുള്ള ബുക്കർ പ്രൈസ് സമ്മാനത്തിന് അർഹമാക്കിയ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെ. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു നോവലിനെ കുറിച്ചാണ്. മിഡിൽ മാർച്ച്. എന്താണ് നോവലിന്റെ പേര്? മിഡിൽ മാർച്ച്. ഗാർഡിയൻ പത്രത്തിന്റെ മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിയത്. അപ്പൊ നമ്മളതാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അരുന്ധതി റോയിയുടെ എന്താണ് 32ാമത് വന്ന ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. എന്നാൽ 1ാം സ്ഥാനം നേടിയ നോവല്, ആ നോവലാണ് മിഡിൽ മാർച്ച് എന്നുള്ളത്. മിഡിൽ മാർച്ച് ജോർജ് എലിയറ്റ് ആണ് രചിച്ചിട്ടുള്ളത്. ഇനി 23ാം സ്ഥാനത്തെത്തിയത് 32ാം സ്ഥാനത്താണ് ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സൽമാൻ റുഷ്ദി. ഈ സൽമാൻ റുഷ്ദിയുടെ നോവലായ മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണ്. സൽമാൻ റുഷ്ദിയുടെ നോവലാണ് മിഡ് നൈറ്റ് ചിൽഡ്രൻ. ഇതാണ് ഗാർഡിയൻ പത്രത്തിന്റെ 23ാം സ്ഥാനത്തെത്തിയ പട്ടികയിൽ, 100 നോവലുകളുടെ പട്ടികയിൽ അതായത് എക്കാലത്തെയും മികച്ച 100 നോവലുകളുടെ പട്ടികയിൽ 23ാം സ്ഥാനത്തെത്തിയതാണ് സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ.
ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ചാണ് 1ാം സ്ഥാനത്തെത്തിയത്. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ ഒരു മലയാള കവിയും നോവലിസ്റ്റും ദ ഗാർഡിയൻ പത്രം മികച്ച 100 നോവലുകളുടെ പട്ടിക തയ്യാറാക്കിയ വിധികർത്താക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഒരു മലയാളി കവിയും നോവലിസ്റ്റ്, ആ വ്യക്തി ആരാണ്? ജീത് തയ്യിലാണ്. ആരാണ്? ജീത് തയ്യൽ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. ആ 1-2-3 ക്ലാസ്സോട് കൂടി നമ്മൾ ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സ് അവസാനിപ്പിക്കുകയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫേഴ്സിലേക്ക് എത്തപ്പെടും. അതിനോടൊപ്പം തന്നെ മറ്റ് പല പോയിന്റ്സും SCRT NCRT ഫാക്ട്സും ഒക്കെ പഠിച്ച് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, ടേക്ക് കെയർ.